യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട നാമം തന്നെയാണ് റയൽ മാഡ്രിഡ് എന്നത്. ആ സാമ്രാജ്യം ഓരോ കിരീടം ചൂടുമ്പോഴും അതിൻ്റെ നിറകിലേക്കുള്ള വഴികളിൽ അവരുടെ മാന്ത്രിക സ്പർശം വ്യക്തമായി കാണാമായിരുന്നു. 3 രാജ്യങ്ങളിലെ നായകന്മാർ മനം മറന്ന് നിറഞ്ഞാടിയപ്പോൾ ആ കാലഘട്ടം റയലിൻ്റെ ഐതിഹാസികത കാലഘട്ടം തന്നെയായി മാറുന്നുണ്ട്. റയലിൻ്റെ ചരിത്രങ്ങൾ താണ്ടുമ്പോൾ അവിടം ഒരുപറ്റം ഇതിഹാസങ്ങളുടെ കാലുകൾ പതിഞ്ഞ കഥകൾ ഏറെ പറയാനുണ്ടാകുമെങ്കിലും 20-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷം റയൽ മാഡ്രിഡിന് വേണ്ടി സുവർണ്ണ നിമിഷങ്ങൾ പണിതത് ആ മൂവർ സംഘം തന്നെയായിരുന്നു. ഇന്നും മനസ്സിനെ വിടാതെ പിന്തുടരുന്ന അത്ഭുതങ്ങളും വിസ്മയങ്ങളും നിറഞ്ഞ മുഹൂർത്തങ്ങൾ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സാന്റിയാഗോയിലെ സുവർണ്ണ മണിക്കൂറുകൾ എങ്ങനെയാണ് അവരെ വിസ്മരിക്കുക? ഇന്നും ആ നാമങ്ങൾ യൂറോപ്പിലെ പലരുടെയും ഉള്ളിനെ പൊള്ളിച്ച് കടന്നു പോകുന്നുണ്ട്. ഓരോ റയൽ മാഡ്രിഡ് ആരാധകൻ്റെയും ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട്. അതെ, ബെയ്ൽ, ബെൻസിമ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകം BBC എന്ന് വിളിപ്പേര് ചേർത്തിയ ലോസ് ബ്ലാങ്കോസിലെ ആ കൂട്ടുകെട്ടിൽ പിറന്നത് 442 ഗോളുകളാണ്. തിരിച്ചു വരവുകളും ഉയർത്തെഴുന്നേൽപ്പും പ്രതികാരവും കണ്ട ഒട്ടേറെ രാത്രികൾ. എന്തിന് എതിരാളികളുടെ ഉറക്കം കളഞ്ഞ എണ്ണം പറഞ്ഞ ഗോളുകൾ. ബെയ്ൽ എന്ന വെയിൽസിൻ്റെ നായകൻ ടോട്ടൻഹാമിൽ നിന്നും ആ തട്ടകത്തിലേക്ക് എത്തുന്നതോടുകൂടിയാണ് ആ ത്രയത്തിന് പരിപൂർണത ലഭിക്കുന്നത്. അതിനുശേഷം അവർക്ക് മുന്നിൽ തലകുനിക്കാത്ത ഭയപ്പെടാത്ത ടീമുകൾ ഉണ്ടായിരുന്നിട്ടേയില്ല. ഇടതുവിങ്ങിൽ ക്രിസ്റ്റിയും വലതുവിങ്ങിൽ ബെയിലും മെനഞ്ഞെടുക്കുന്ന തന്ത്രങ്ങളെ ബെൻസിമയുടെ എതിരാളികളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുമ്പോൾ അവിടം സുന്ദരമായിരുന്നത് ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടും അവർ ഊട്ടിയുറപ്പിച്ച കോമ്പിനേഷൻ തന്നെയായിരുന്നു. അത്രയേറെ മനോഹരമായിരുന്നു അവരുടെ ഓരോ മുന്നേറ്റങ്ങളും. 2013-18 കാലഘട്ടം റയൽ മാഡ്രിഡിൻ്റെയും BBC സഖ്യത്തിൻ്റെയും ആധിപത്യം ചരിത്രത്തിൽ കുറിച്ച വർഷങ്ങൾ തന്നെയായിരുന്നു. എതിരാളികളെ ഒന്നടങ്കം തീർത്ത് കളയുന്ന ആ മൂവർ സംഘത്തിലെ ഏറ്റവും അപകടം വിതച്ചിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പറങ്കിപ്പടയുടെ പടനായകൻ തന്നെയായിരുന്നു. കാരണം അടിച്ചുകൂട്ടിയ 442 ഗോളുകളിൽ 249 ഗോളുകളും അയാളുടെ കാലുകളിൽ നിന്നും പിറന്നതാണ്. മാത്രമല്ല 69 അസിസ്റ്റുകളും 88 ഗോളുകളും 50 അസിസ്റ്റുകളുമായി വെയിൽസിൻ്റെ രാജകുമാരനും 105 ഗോളുകളും 52 അസിസ്റ്റുമായി ഫ്രാൻസിൻ്റെ വജ്രായുധവും നിറഞ്ഞാടിയപ്പോൾ തന്നെയായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ ചരിത്ര നിമിഷങ്ങൾ ലോകവും യൂറോപ്പും സാക്ഷിയായി നിൽക്കേണ്ടി വന്നത്. കിരീടങ്ങളുടെ നേട്ടങ്ങൾ കൊണ്ടും വ്യക്തിഗത നേട്ടങ്ങൾ കൊണ്ടും അവർക്കൊപ്പവും റയലിനൊപ്പവും കൂട്ടി വായിക്കുവാൻ ആ യുഗത്തിൽ ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ല. കൂടെ അവരുടെ കോമ്പിനേഷന് പകരം വയ്ക്കുവാൻ മറ്റു പലരും യൂറോപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഉണ്ടാക്കിയ നേട്ടങ്ങൾക്കൊപ്പം വായിക്കുവാൻ ഒരു കഥ പോലും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. 3 UEFA സൂപ്പർ കപ്പ്, 3 FIFA വേൾഡ് കപ്പ്, 1 സ്പാനിഷ് കപ്പ്, ലാലിഗ ടൈറ്റിലും എന്തിന് MSN നോക്കി നിൽക്കെ ഹാട്രിക് അടക്കം 4 UCL കിരീടങ്ങൾ വരെ അവർ നേടിയെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ റെക്കോർഡുകൾ തകർക്കുവാൻ അന്നും ഇന്നും ഇനിയും മറ്റൊരു ത്രയം പിറവികൊള്ളുമോ എന്ന് പോലും ചരിത്രത്തിന് പോലും ഉറപ്പില്ല. സ്വപ്നങ്ങളുടെ തോളിലേറി റയൽ മാഡ്രിഡും ആരാധകരും കാലമങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും തോറും ചരിത്രങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ 2018 ആ സ്വപ്നങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗ് കിരീടത്തെ അവസാനമായി ചുംബിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോസ് ബ്ലാങ്കോസിൻ്റെ കുപ്പായം അഴിച്ചു വയ്ക്കുമെന്ന വാർത്ത ഓരോ റയൽ മാഡ്രിഡ് ആരാധകൻ്റെയും ഹൃദയത്തെ മുറിവേൽപ്പിച്ച് കടന്നു പോകുന്നുണ്ട്. സാന്റിയാഗോ ബെർണാബ്യൂവിൻ്റെ അന്തരീക്ഷത്തിൽ അന്ന് കണ്ണുനീർ മഴയായി പെയ്തിറങ്ങുന്നുണ്ട്. യുവെൻ്റസിലേക്ക് പറന്നുയർന്ന റൊണാൾഡോയുടെ ഓർമ്മകൾക്കുമപ്പുറം തകർന്നടിയുന്നത് BBC സഖ്യത്തിൻ്റെ കരുത്തറ്റ ചിറകുകളിലൊന്നു തന്നെയായിരുന്നു. പിന്നീട് BBയിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ട റയലിൻ്റെ മുൻനിരയിൽ അടവുകൾ പലതും പിഴച്ചു തുടങ്ങാൻ ആരംഭിച്ചു. ബെയ്ലിൻ്റെയും ബെൻസിമയുടെയും പതർച്ചയ്ക്ക് കാരണം ക്രിസ്റ്റിയുടെ പടിയിറക്കമായിരുന്നുവെന്ന് വിശ്വസിച്ചവരുണ്ട്. റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ പഴയ മാർസലോയെ പോലും കാണുവാൻ സാധിക്കാതിരുന്നത് തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ അസാന്നിധ്യം ഒന്നു തന്നെയായിരുന്നു. BBCക്കും റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റത്തിലും ക്രിസ്റ്റിക്ക് പകരമെന്നത് അന്നും ഇന്നും ചിന്തകൾക്കും അതീതം തന്നെയാണ്. അയാൾക്ക് പകരം വയ്ക്കുവാനോ പുതിയതൊന്ന് പുനർജനിക്കുവാനോ റയൽ മാഡ്രിഡിനെ രക്ഷിക്കുവാനോ സ്ഥിരതയുള്ളൊരു ആൺപിറപ്പ് ഈ ജനറേഷനിലും സാന്റിയാഗോയിൽ കാലുകുത്തിയിട്ടില്ല.
ബെയിലിൻ്റെ ആദ്യ ക്ലബിലേക്കുള്ള തിരിച്ചുപോക്കും ബെൻസിമയുടെ പകിട്ട് കുറഞ്ഞ പ്രകടനങ്ങളും എല്ലാം അയാളുടെ സാന്നിധ്യത്തിലേക്ക് മാത്രം വിരൽ ചൂണ്ടി. മറഞ്ഞുപോയ നിമിഷങ്ങളിലേക്ക് മാറ്റുകൂട്ടുക എന്നത് ബിയിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നുണ്ട്. ആ ഭാരം ബെൻസിമ എന്ന മുന്നേറ്റത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി. അങ്ങനെ ആ യുഗം പതിയെ അവസാനിക്കുകയായിരുന്നു. എന്നാൽ അന്നും ഇന്നും ഞാനടങ്ങുന്ന ജനറേഷന് ഒരിക്കലും മറക്കാനാവാത്ത അത്ഭുതങ്ങളും വിസ്മയങ്ങളും സമ്മാനിച്ച കൂട്ടുകെട്ട് തന്നെയായിരുന്നു അത്. മറക്കാൻ കഴിയാത്ത ത്രില്ലടിപ്പിച്ച രോമാഞ്ചം കൊള്ളിപ്പിച്ച അത്യപൂർവ നിമിഷങ്ങൾ സമ്മാനിച്ചവർ, എതിരാളികൾക്കും ചിരവൈരാഗികൾക്കും മുന്നിൽ തലയുയർത്തി നിൽക്കുവാൻ പഠിപ്പിച്ചവർ, വെല്ലുവിളികളെ അതിജീവിക്കാൻ ശീലിപ്പിച്ചവർ, മുൻവിധികളെ തിരുത്തി എഴുതിയവർ, എതിർപ്പാളയങ്ങൾ ശീതളമാക്കിയവർ. ഇന്നും എൻ്റെ തൂലികയിലെ മഷിക്ക് അവരെക്കുറിച്ച് വർണ്ണിക്കുവാനാകുമോ എന്നറിയില്ല. എഴുതിയാൽ അവസാനിക്കുമോ എന്നും അറിയില്ല. എങ്കിലും ഇന്നും എൻ്റെ വൈകുന്നേരങ്ങളിൽ മൈതാന ചർച്ചകളിൽ ആ കാലഘട്ടം കടന്നു പോകാറുണ്ട്. മറഞ്ഞുപോയ ആ കാലത്തേക്ക് തിരിച്ചു പോകാറുണ്ട്. ഇന്നും ആ നിമിഷങ്ങളിൽ ജീവിക്കുന്ന, അവരെ ആരാധിക്കുന്ന ആ മാൻഡ്രിഡിനെ മറക്കാൻ കഴിയാത്ത ഓരോ മാൻഡ്രിഡ് ആരാധകർക്കും വേണ്ടി ജയം സോക്കർ.